ഹലോ. എടാ ഞാനാ പ്രിൻസാ. നീ ഉറങ്ങുവാണോ? ഇല്ലടാ, വെളുപ്പാങ്കാലത്ത് എണീറ്റ് കഞ്ഞിയും കറിയും വെക്കുക. എടാ ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ഓ, എന്തോ നാടാ, നീ പറ. എടാ ഒരു ജോലിക്കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എടാ എന്ത് ജോലിയാ? ഒരു ഹോം നേഴ്സ് വേക്കൻസിയാ. നേഴ്സ്. നിനക്ക് പറ്റത്തില്ലെങ്കിൽ പറ കേട്ടാ. പറ്റും 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 പറ്റും, പോയേക്കാം പോയേക്കാം പോയേക്കാം. അല്ല, എവിടെ വരട്ടെ? അത് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം അഡ്രസ്. ആ ശരി, എന്നാ ഞാൻ നിന്നെ ഇറങ്ങിയിട്ട് വിളിക്കാം. ആ ശരി ശരി ഓക്കെ. അമ്മോ, അമ്മ. ഉണ്ട്. അമ്മോ, എന്തിനാടാ കിടന്ന് അലർന്നത്? ഞാൻ ഒരു ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. എന്റെ പോലെ നല്ല ബുദ്ധി തോന്നി തുടങ്ങിയ. അല്ല, എന്താ പറ്റി ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കാൻ? വീട്ടിൽ ഇരുന്ന് മടുത്തമ്മേ. അപ്പൊ അതാണ് കാര്യം. ഏതായാലും നല്ല കാര്യം, നീ പോയിച്ചു വാ. ഇന്ന് തന്നെ പോവുമല്ലോ അല്ലേ? ആ, ഇന്ന് തന്നെ പോവും. ആ പോവും. ആ ഞാൻ എന്തായാലും പോയി റെഡി ആയിട്ട് വരാം. അമ്മ കഴിക്കാൻ എന്തായാലും എടുത്തു വെക്ക്. എന്റെ കുഞ്ഞു പോയി കുളിച്ചു വാ, ചെല്ല്, റെഡിയാകും. ഓക്കെ മമ്മി. ഇരിക്കട്ടെ. ഞാൻ ഇറങ്ങുവാണേ. പോയേച്ച് വരാന്ന് പറഞ്ഞോനെ. ആ. ഞാനങ്ങനെ പറഞ്ഞെന്നും കരുതി നീ ജോലിയും കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. വന്നാൽ ഞാൻ ഈ വീട്ടിൽ കേറ്റത്തില്ല, പറഞ്ഞേക്കാം. ഇപ്പൊ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി ഉടനെ ഒന്നും ഇങ്ങോട്ട് കയറണ്ട. ഇതാണോ അവൻ പറഞ്ഞ സ്ഥലം? ആയിരിക്കും. കഥ എഴുതാൻ പറ്റിയ വീട്. മണി. ആരാ? ഭാഗ്യവി നിലയം വല്ലതും ഒച്ചയുണ്ട്, ആളെ കാണുന്നില്ല. ആരുമില്ല ഇവിടെ. എടോ ആരാന്ന്? അവിടുന്നായിരുന്ന? അതെ, ഒരു ഹോം നേഴ്സിനെ വേണമെന്ന് വിളിച്ചു പറഞ്ഞു. ആ ഓ, പ്രിൻസ് പറഞ്ഞാള്. ആ ഞാനേ ഈ കിണറൊന്ന് വൃത്തിയാക്കുമായിരുന്നു. പേടിച്ചായിരുന്നോ? ചെറുതായിട്ട്. നിന്റെ പേരെന്തുവാ? എൻ്റെ പേര് വരുൺ. ഞാൻ ബിനു. പിന്നെ അച്ഛൻ തളർന്നു കിടക്കുവാണ്. പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ അച്ഛൻ്റെ ഇടയ്ക്ക് ഈ കുപ്പി ചോദിക്കും. അതൊരു കാരണവശാലും കൊടുക്കരുത്. ഇല്ല, കൊടുക്കൂല. പിന്നെ ഞാനിവിടെ അല്ല താമസം, അച്ഛൻ മാത്രമേ കാണത്തുള്ളൂ. നീ നന്നായിട്ട് നോക്കിക്കോ. ഓക്കെ കേട്ടോ? കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇതാ അച്ഛൻ. അച്ഛാ, ദേ അച്ഛനെ നോക്കാൻ വന്ന ആളാ. അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. വയ്യാണ്ട് കിടക്കുകയാണ്. പിന്നെ മരുന്നെല്ലാം അവിടെ ഇരിപ്പുണ്ട്. നീ അച്ഛൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെട്. അച്ഛാ. സാറേ, നിന്റെ പേരെന്തുവാടാ? എൻ്റെ പേര് വരുൺ. നിന്റെ വീടെവിടാ? ദേ ഇവിടെ അടുത്താ. കുറച്ചുനാൾ നീ എന്നെ സഹിക്കേണ്ടി വരും. ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഒരു ഭാഗമല്ലേ. ഇപ്പോഴത്തെ ജനറേഷൻ ഈ ജോലിയൊക്കെ പറ്റുമോ? ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏത് ജോലിയും ചെയ്യും. പിന്നെ ഇതൊരു ശുശ്രൂഷയും കൂടെ അല്ലേ. അതും ശരിയാ. നീ ഒരു കാര്യം ചെയ്യ്, പോയി ഡ്രസ്സൊക്കെ മാറി ചായ കുടിച്ചിട്ട് വാ. ശരി.
തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. വൺ സെറ്റപ്പ് ആണല്ലോ. ചായ ഒന്നും ഇല്ലേ? ഞാൻ തന്നെ ഇടണമായിരിക്കും. ആ, ചായപ്പൊടിയുണ്ട്, പഞ്ചാരയുണ്ട്. ആ, എന്നാ പിന്നിട്ടേക്കാം. തങ്കമേ ഞാൻ ചായ കുടിക്ക പോരാനേ. ചായ കുടിച്ചോളാൻ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ചായ ഇട്ട് വെച്ചേക്കുമായിരിക്കും. ഇത് ഞാൻ തന്നെ ചായ ഇനി മുതൽ ഇതെല്ലാം നീ തന്നെ ചെയ്യണം. പെട്ട്. ചായ ഇടാം. ചായ കൊള്ളാം. ഇനി എന്താ പരിപാടി? ഇനി ചോറുണ്ണണം. ഡ്രൈവറോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് തരും. ആ, കുഴപ്പമില്ല കുഴപ്പമില്ല, പയ്യെ പയ്യെ. താടിയൊക്കെ വല്ലാണ്ടായല്ലോ, നമുക്കങ്ങ് ഷേവ് ചെയ്യാം. എന്തിനാടാ നടുവും കാലും താളങ്ങളൊക്കെ? എനിക്ക് എന്തിനാടാ ഗ്ലാമർ? താടി വളർത്തുവാണെങ്കിൽ ദാണ്ടെ ഇതുപോലെ വളർത്തണം. ഇങ്ങനെ വളർത്തിട്ട് കാര്യമില്ല, ഞാൻ ഷേവ് ചെയ്ത് തരാം. എന്തായാലും നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അപ്പോഴേ ഈ ബുക്കും വായിച്ചോണ്ട് ഇവിടെ ഇരി കേട്ടോ. ഞാൻ പോയി കഞ്ഞി എടുത്തോണ്ട് വരാം. ഇവനാള് കൊള്ളാം. ആ, എങ്ങനുണ്ട്? അടിപൊളിയാണോ? തടി കൂടിയ നിനക്ക് എടുത്തോണ്ട് നടക്കാൻ പ്രയാസമായിരിക്കും. എങ്ങാനും തടി കൂടിയ കുറയ്ക്കാനും എനിക്കറിയാം. മതിയടാ, കുറച്ചുകൂടെ. നീ പോയ അലമാരിക്ക് കുറച്ചുകൂടെ. ചാർജിങ് എടുത്തോണ്ടോ? അത് ബിനു ചേട്ടൻ പ്രത്യേകം പറഞ്ഞായിരുന്നു. ആ കാര്യം ഞാൻ ഏറ്റു. ദാ ആ ഇരുണ്ട വീതിയിലൂടെ അവർ രണ്ടുപേരും മന്ദം നടന്നു നീങ്ങി. അപ്പോൾ അതാ ഒരു ഇളം പച്ചക്കളർ. ഇളം പച്ച ഇട്ടത് കിട്ടോ? ആ കിടക്കട്ടെ. ഇളം പച്ച. എടാ വരുണേ, എന്തോ? നീ 2-3 ദിവസമായിട്ട് എന്തോ കുത്തി കുറിക്കുന്നുണ്ടല്ലോ, എന്താ സംഭവം? ഒരു കഥയാ ചേട്ടാ. കഥയോ? അതെന്ത് കഥയാടാ? എൻ്റെ തന്നെ കഥ. സിനിമയാക്കാനാണോ? സിനിമ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരും ഇതുവരെ എടുത്തിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. അപ്പോ നീ സിനിമാക്കാരനാണല്ലേ? ആയിട്ടില്ല, ആവണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, നിന്റെ കഥ ഞാനൊന്ന് കേൾക്കട്ടെ. ബാ, കഥ പറയാം. ബാ, ഇവിടെ ഇരി. ഡാ, ആ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തുവാ? ഈ കഥ എഴുതുന്നവർക്കൊക്കെ ഇച്ചിരി പാട്ടുണ്ട്. ഓ പിന്നെ, എടാ ഈ നടുവ് വളർന്നിടക്കാൻ ഞാൻ എങ്ങനെയാടാ അവിടെ വന്നിരിക്കുന്നത്? എന്നാ ഒരു പണിയാ, ഞാൻ അങ്ങോട്ട് വരാം. അതാ നല്ലത്. അതായത് ഈ കഥ നടക്കുന്നത് ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ്. നമ്മുടെ കഥാനായകൻ
ശുഭം. ഇതാണ് കഥ. എങ്ങനെയുണ്ട്? ഈ കഥ നീ ആരോടും പറഞ്ഞിട്ടില്ലേ? ഇല്ലാന്നേ, എങ്ങും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. കഥ കൊള്ളാം. ആ, അതിലുപരി നിനക്ക് നല്ലതുപോലെ കഥ പറയാനറിയാം. ഉം, ഉം, ഉം. നീ ഒരു സിനിമാക്കാരനാകും. അതിരിക്കട്ടെ, ഇതിലെ നായകൻ നീയാണെന്നല്ലേ പറഞ്ഞത്? അതെ, അപ്പോൾ ഈ അപകടത്തിൽ മരിക്കുന്നത് എൻ്റെ അച്ഛൻ. നിന്റെ സ്ഥലം എവിടാന്നാ പറഞ്ഞത്? ഇവിടെ അടുത്താ, വണ്ടാനം. ഉം. ശരി, നീ ഇച്ചിരി വെള്ളം എടുത്തുണ്ടോ? ഉം. നീ ആ വെള്ളം അടച്ചിട്ട് വന്നിരിക്കുക. ഇതെന്ത് പറ്റി? എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? നിന്റെ കഥയെക്കുറിച്ച് ഓർത്തിട്ടാ. ഇതാ ഞാൻ കഥ പറയാത്തത്. പിന്നെ ആ? ഞാൻ ഒരു കാര്യം പറയാം. ആ, പറ. നാളെ ഉം. ഒരാളെടുത്ത് നീ പോണം. ഉം. ആ കഥ അവിടെ പറയണം. ആ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ നീ രക്ഷപ്പെട്ടു. പോകാൻ റെഡിയായിരിക്കും. ആ. ഞാൻ ഡ്രൈവറോടെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിന്നോട് ഞാൻ നാളെ പോകാനാ പറഞ്ഞത്. പക്ഷേ നീ ഇന്ന് പോണെന്ന് പറയുന്നു. അമ്മയുടെ അനുഗ്രഹം മേടിക്കണം. പോയി വാ മോനെ. അനുഗ്രഹം ഉണ്ടാവണം. പിന്നെ ഞാൻ വരുന്നിടം വരെ നല്ല കുട്ടിയായിട്ട് വിട്ടിത്തോണം കേട്ടോ. എന്നെയാണോ? ആ, തന്നെ തന്നെ. എന്താ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലായേ ഇല്ല? ഇല്ല. എവിടെയാണോ എൻ്റെ 50 രൂപ? ആ പരനാറയ്ക്ക് അറിയാവുന്ന എൻ്റെ 5ൻ്റെ പൈസ ഇല്ലെന്ന്. ആ തെണ്ടിക്കൊരു തുള്ളി മുള്ളിയെങ്കിലും വെക്കാറ്. ആ കുഞ്ഞെ, അല്ല അമ്മച്ചി, അല്ല മോളെ, ഹലോ. എൻ്റെ പൊന്നു കൊച്ച ഒന്ന് നിക്കേ, ഒരു കാര്യം പറഞ്ഞു. ഒരു 50 രൂപ കടം തരാൻ കാണുമോ? എന്തിനാ? പെട്രോള് തീർന്നുപോയി, അതാ. ഒരു 50 രൂപ പോലും ഇല്ലാണ്ടാണോ താൻ ഈ വണ്ടിയും കൊണ്ട് ഇറങ്ങിയേക്കുന്നത്? എടോ, ഞാനാണെങ്കിൽ ഫോണും എടുത്തിട്ടില്ല, പേഴ്സും എടുത്തിട്ടില്ല. വെറുതെ പൈസ എടുത്തു തരാൻ പറ്റുമോ? ഞാൻ പലിശ സഹിതം തിരിച്ചു തരാം. എന്ത് തരാന്ന്? അല്ല, പൈസ. ഓക്കെ. ഇന്നാ വളരെ ഉപകാരമുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. ഇത് മറന്നാലും ഞാൻ മരിക്കത്തില്ല. ശ്ശോ. അന്ന് അന്ന് തന്നെ മറ്റേ ബൈക്ക് പെട്രോള്. അപ്പൊ ഓർമ്മയുണ്ട്. ഇയാടാ പൈസ. ഇപ്പൊ അതെ, പൈസ ഇല്ല, പിന്നെ തന്നാ മതിയോ? അല്ലേ ഒരു പണി, നമ്പർ താ, ഗൂഗിൾ പേ ചെയ്ത് തരാം. ഇനി ഫോൺ നമ്പർ കൂടി ഞാൻ തരാം. പൈസ കയ്യിലില്ല, അതുകൊണ്ടാണ്. അയ്യടാ, എനിക്ക് എന്റെ 50 രൂപ ഇപ്പൊ കിട്ടണം. എന്റെ ദൈവമേ, ഈ കൊച്ചിനോട് പറഞ്ഞു പറഞ്ഞ് ഞാൻ തോറ്റു. കുട്ടി, അതായത് ബൈ പറയാം. എനിക്ക് ഒരു ചെറിയ ജോലി ശരിയായിട്ടുണ്ട്.
അതൊക്കെ പോട്ടെ. എന്താ അതിൻ്റെ പേര്? അശ്വതി. എൻ്റെ പേര് വരുൺ. ഉം. അല്ല, നീ എവിടെ പോയതാ ഇപ്പോൾ? ഞാനിവിടെ അടുത്തുവരെ പോയതാ. ഞാനിവിടെ അടുത്താ ഡാൻസ് പഠിക്കുന്നത്. ആഹാ. താൻ എവിടെ പോയതാ? ഞാനൊരു ഡയറക്ടറിനെ കാണാൻ പോവാ. ആഹാ. അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഉം. അപ്പോൾ അതൊരാൾ കേൾക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഉം, ഉം. അപ്പോൾ അത് വെച്ച് പുള്ളിയെ ചെന്ന് കണ്ട് കഥയൊന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കണം. ഓ, എന്നിട്ട് ഇതെങ്കിലും നടന്നാൽ മതിയായിരുന്നു. ഒക്കെ നടക്കും. ഞാനും പ്രാർത്ഥിക്കാം. താങ്ക് യു. യോ ഗേറ്റ്. കൊള്ളാലോ സംഭവം. വരുന്നല്ലേ? അതെ സാർ. കയറുക. വരുന്ന് കുടിക്കാനെന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട സാർ, ഞാൻ കഴിച്ചിട്ടാ വന്നത്. ഓക്കെ. എന്തായാലും തൻ്റെ കഥയൊന്ന് കേൾക്കട്ടെ. ആ. ഇത് മുഴുവൻ വായിക്കാനുള്ള സമയമില്ല. ഒരു കാര്യം ചെയ്യ്, താനിതിൻ്റെ വൺ ലൈൻ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവോ? നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ്. അങ്ങനെ എല്ലാം വെട്ടിപ്പിടിച്ച് നമ്മുടെ നായകൻ വിജയിക്കുകയാണ് സാർ. ഇതാണ് എൻ്റെ കഥയുടെ ഒരു രത്ന ചുരുക്കം. സംഭവം കൊള്ളാടോ, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കരുതിയത് താൻ ഈ കഥ പറഞ്ഞ് എന്നെ ബോറടിപ്പിക്കുമെന്നാ. പക്ഷേ താൻ വളരെ നന്നായിട്ട് തന്നെ കഥ പറഞ്ഞു. ഞാൻ കൺവിൻസ്ഡായി. നമുക്കിത് ചെയ്യാം. താങ്ക് യു സാർ. The person you are calling is currently busy. ഹലോ. ആ വരുൺ, പറയടോ. താനിത് എവിടാടോ? എത്ര വട്ടം വിളിച്ചു? ഷൂട്ടിന്റെ ഒരു തിരക്കായിരുന്നു. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ. ഓ പിന്നെ പ്രാർത്ഥിച്ച്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? താ പറ. ഇല്ല ഇപ്പൊ പറയില്ല. പിന്നെ എപ്പോ പറയും? ഇനി കാണുമ്പോ പറയാട്ടോ. ആയിക്കോട്ടെ. ഓക്കെ. ഓക്കെ. വാമേ. എടാ എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റും. എടാ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വിളിക്കാം.
കുറെ ആയല്ലോ നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ട്. ഷൂട്ടിങ്ങിന്റെ ഓരോ തിരക്കായിരുന്നു ബിനു ചേട്ടൻ. എടാ വരണേ. അമ്മേ, ഇത് ബിനു ചേട്ടൻ, മാധവേട്ടന്റെ മകൻ. നമസ്കാരം. നമസ്കാരം. കേറുക. എടാ ഒരു മിനിറ്റ് ഞാൻ പോരാ. ശരി ഏട്ടാ, വാ നമുക്ക് മാധവേട്ടനെ കാണാം. എടാ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടോ ഒരു അതാ മാധവേട്ടന്റെ മുറി. വരണേ. മാധവേട്ടൻ വാ, പറയാം. നീ ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നുണ്ടാ നിന്നെ ഒന്നും വിളിച്ചറിയിക്കായിരുന്നത്. അച്ഛൻ മരിച്ചിട്ട് 12 ദിവസമായി. അയ്യോ, മാധവേട്ടൻ. അതെ, മാധവേട്ടൻ. എൻ്റെ അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു തൻ്റെ അച്ഛൻ. താനെന്താടോ ഇങ്ങനെ നോക്കുന്നത്? ഒന്നും മനസ്സിലായില്ലല്ലേ? എൻ്റെ അച്ഛനാടോ ഇത്. തൻ്റെ അച്ഛനും വലിയൊരു സിനിമാമുഖിയായിരുന്നു. അദ്ദേഹത്തിന് നടക്കാതിരുന്നത് മകനെ കൊണ്ട് സാധിപ്പിക്കണം എന്നാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നത്. നീ ഒരു കാര്യം ചെയ്യ്. എനിക്ക് ഇച്ചിരി വെള്ളം എടുത്തിട്ടോ. ആ ഹലോ അച്ഛ. ആ മോഹനാ. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? അച്ഛനും കുഴപ്പമില്ലടാ, കിടക്കുന്നു. ഹോം നേഴ്സ് വന്നായിരുന്നു. ആ ഹോം നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആളെങ്ങനെയുണ്ട്? ഒരു പയ്യനാ. കുഴപ്പക്കാരനൊന്നുമല്ലോ? കുഴപ്പമില്ല. ഞാൻ അവനെക്കുറിച്ചൊരു കാര്യം പറയാനാണ് വിളിച്ചത്. എന്താ അച്ഛാ, പറഞ്ഞോ. അവൻ ആരാണെന്നറിയാവോ? ആരാ? എൻ്റെ കൂട്ടുകാരനല്ലേ, രാഘവൻ. രാഘവൻ്റെ മോനാ. ആര്? വരുണോ? അച്ഛൻ അവനെ ഞങ്ങളെക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ടെന്നുള്ളതല്ലേ? പക്ഷെ അവൻ അറിയില്ല അവൻ എവിടാ വന്നിരിക്കുന്നതെന്ന്. അത് ശരി, അച്ഛൻ അവനോടൊന്നും പറഞ്ഞില്ലേ? വേണ്ട ഇപ്പോൾ ഒന്നും പറയണ്ട. ഞാൻ മറ്റൊരു കാര്യം പറയണം നിന്നെ വിളിച്ചത്. ആ പറഞ്ഞോ അച്ഛാ. അവനും രാഘവനെ പോലെ സിനിമാ മോഹിയ. ആഹാ, അത് കൊള്ളാലോ. അവനൊരു കഥ എന്നോട് പറഞ്ഞു, അവൻ്റെ ജീവിതകഥ. അത് കേട്ടപ്പോ എൻ്റെ ചങ്ക് പൊടിഞ്ഞു പോയടാ. പറ്റുമെങ്കിൽ അവനെ സഹായിക്കണം. ശരി അച്ഛാ, ഞാൻ അവനെ പറഞ്ഞു വിട്ടുവിടാം. 2 ദിവസം ഞാൻ വീട്ടിലുണ്ടാവും. ഞാൻ വീട്ടിലുണ്ടാവും അച്ഛാ. അവൻ എന്നെ വന്നൊന്ന് കാണാൻ പറ. ശരിയടാ. അതാണ് ഞാൻ തന്നെ സഹായിക്കാന്ന് വെച്ചത്. മോളെ, അപ്പൂപ്പനെഴുതിയ ആ പുസ്തകം എടുത്തുണ്ടോ? അച്ഛനുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം അത് ഞാനായിട്ട് പറയുന്നില്ല. നീ തന്നെ മോളെ. വരുൺ, താനെന്താ ഇവിടെ? അശ്വതി. അല്ല, നിനക്ക് നേരത്തെ അറിയോ വരുണെ? അത് പിന്നെ ഇവൻ ആരാണെന്നറിയോ? ഇന്ന് റിലീസായ നമ്മുടെ അവിചാരിത സിനിമയുടെ തിരക്കഥാകൃത്ത. അതെയോ? ചെറിയ പുള്ളിയൊന്നും അല്ല ഇവൻ. അല്ലടാ മോളെ, ഇത് കണ്ടു. ഒരു മിനിറ്റ്. എടാ, ആ സഞ്ജയ്, നീയല്ലേ പറയടാ. ഇത്? എന്ത് കോലവാടാ. ആയിക്കോട്ടെ, നമ്മളൊന്നും കണ്ടിട്ടില്ലേ. ഓക്കേടാ, നീ വെച്ചോ. ഡാ വരണേ, തിയേറ്ററിൽ നിന്നാ വിളിച്ചത്. എന്നിട്ട്? പടം സൂപ്പർ ഹിറ്റ് ആണ് മോനെ. ആ. തകർത്ത് വാ. ഏട്ടായേ, പാടമൊക്കെ സൂപ്പർ ഹിറ്റാ. പക്ഷെ നമ്മളറിയാതെ ഇവിടെ വേറെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓ അതാണ്. അതൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായടാ. ഇതെന്റെ മക്കളല്ലേടാ.